ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലേ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു ട്രാൻസ്ഫർ പോർട്ടൽ അല്ലെങ്കിൽ ഒരു ഹൈ എനർജി പോയിന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഗേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കൺസ്പിരസി തിയറി ആണെന്നുള്ളതും മിസ്റ്റിക്കൽ ഫാന്റസി ആയിട്ട് എടുക്കാന്നുള്ളതും സയന്റിഫിക് ഫിക്ഷൻ ആയിട്ട് കാണാന്നുള്ളതും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമില്ല, ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ലോകത്തിൽ 12 ഹൈ എനർജി പോയിന്റ് അല്ലെങ്കിൽ പോർട്ടൽസ് എക്സിസ്റ്റിംഗ് ആണ് കേട്ടോ, അല്ലെങ്കിൽ സ്റ്റാർ ഗേറ്റ്സ് എക്സിസ്റ്റിംഗ് ആണ് കേട്ടോ. അതില് ഗേറ്റ് നമ്പർ 10 കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ 12 സ്റ്റാർ ഗേറ്റ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന്റെ അകത്ത് സ്റ്റാർ ഗേറ്റ് നമ്പർ 10 പണ്ട് പേർഷ്യൻസിന്റെ സിവിലൈസേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാൻ ഇറാഖും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ രാജ്യം പോലെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ മാപ്പ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറാനിലുള്ള അബ്ദാനും ഇറാഖിലുള്ള അൽബാസിനും കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് സ്റ്റാർ ഗേറ്റ് നമ്പർ 10 ഫോം ചെയ്യാനാട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ സർഫസ് ലെവലിൽ ഗേറ്റ് ഓഫ് നേഷൻസും അങ്ങനെ പെർസോപോളിസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അതെ, പിന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഡ്യൂ ഡിലിജൻസ് എടുക്കുക. ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഇതിനെക്കുറിച്ച് കേട്ടാൽ മതി. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. എനിക്ക് സ്പേസും സ്റ്റാർസും പ്ലാനറ്റ്സും ആസ്ട്രോളജിയും കോസ്മിക് എനർജീനെ കുറിച്ചൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കാരണം കൊണ്ട് ചെയ്യണമെന്നുള്ളൂ. ഇഷ്ടമുള്ളവർ മാത്രം ഇരുന്നാൽ മതി. ഇന്ന് മാർവലും DC-യും ക്രിസ്റ്റഫർ നോളനും എല്ലാവർക്കും ഓരോരോ കൺസെപ്റ്റ് പുറത്തിറക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു തെറ്റൂല. പക്ഷേ അഗെയിൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഇരുന്നാൽ മതിയിട്ട്.